ഹായ് ആൾ. ഈ വരുന്ന 19-ാം തീയതിയാണ് റെയിൽവേയിലെ ഏറ്റവും അഭിമാനകരമായ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പഠനമൊക്കെ ശരിയായ രീതിയിലാണെന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ പരീക്ഷയെ സമീപിക്കാൻ. എക്സാമിന്റെ ആ ഒരു ബ്രിമ്മിൽ നിന്നുകൊണ്ട് നമുക്കിനി പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല തസ്തിക റെയിൽവേ വഴി നടക്കുന്നത് JEE തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ള അതിന് മുകളിലേക്കുള്ള പോസ്റ്റിലേക്കൊക്കെ വരണമെങ്കിൽ UPSC വഴിയാണ് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷനെ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ സമീപിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഇനി കൂടുതൽ കൺഫ്യൂഷനുകൾ സൃഷ്ടിക്കാനോ പുതുതായിട്ട് പഠിച്ച് ഒരു മാർക്ക് ഉണ്ടാക്കാനോ ശ്രമിക്കുന്നതിലുപരി നിലവിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാനും ഒപ്പം തന്നെ അവസാന നിമിഷ ടെൻഷനുകൾ ഉപേക്ഷിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തലേ ദിവസം അമിതമായിട്ട് ഓവർ ടെൻഷൻ കൊടുത്ത് ഉറങ്ങാതിരിക്കുക തുടങ്ങിയ മണ്ടൻ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. പഠിത്തം ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ നിർത്തിയ ശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലാക്സ് ചെയ്ത് വേണം നിങ്ങൾ എക്സാമിനേഷൻ അഭിമുഖീകരിക്കാൻ. നിങ്ങൾക്ക് എന്നാണോ എക്സാമിനേഷൻ വരുന്നത് അതിന്റെ തലേന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പഠനം നിർത്തുക. അവസാന നിമിഷ പഠനങ്ങളും ഒപ്പം ഉണ്ടാകുന്ന ഹറിബറികളും നിങ്ങളെ കൂടുതൽ ടെൻഷനാക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അറിയണമെന്നില്ല. ആ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ അത് നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചത് എക്സാം ഹാളിൽ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റെയിൽവേയിൽ ജോലി കിട്ടുകയുള്ളൂ. മറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ട് എന്നതുകൊണ്ട് എക്സാം ഹാളിൽ കൃത്യമായി അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പോസ്റ്റിൽ എത്താൻ കഴിയില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. ആ കൃത്യമായ അറിവോട് വേണം നിങ്ങൾ ഈ ഒരു എക്സാമിനേഷനെ സമീപിക്കാൻ. അപ്പോൾ നമുക്ക് എക്സാമിനേഷന് വേണ്ടി എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മറക്കാതെ കൊണ്ടുപോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എക്സാമിനേഷൻ ഹാളിൽ. അതായത് നിങ്ങൾ എക്സാമിനേഷന് ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കയ്യിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനൊക്കെ പറ്റും, പക്ഷേ അവസാന നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങളെ പരീക്ഷ എഴുതിക്കാൻ വേണ്ടി തന്നെയാണ് അവരിയ്ക്കുന്നത്. അവിടെ ബന്ധപ്പെട്ട അതോറിറ്റീസുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ പറ്റും. ഒരു കാരണവശാലും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കരുത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ കരുതണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും കരുതേണ്ടത് നിങ്ങളുടെ പ്രിന്റഡ് അഡ്മിറ്റ് കാർഡുകളായിരിക്കണം. അത് നിങ്ങളുടെ ഈ കോൾ ലെറ്റർ ആയിരിക്കണം. അത് പ്രിന്റ് ചെയ്ത് നിങ്ങൾ കയ്യിൽ തന്നെ കരുതുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ തന്നെ കരുതുക. ഒരെണ്ണം നിങ്ങളുടെ കൊണ്ടുപോകുന്ന ഫോണിൽ കൂടി കരുതാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾ നോക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരെണ്ണം പ്രിന്റ് എടുത്തായാലും അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിക്കരുത്. ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. രണ്ടാമതായിട്ട് ഒരു ID പ്രൂഫ് ഒറിജിനൽ നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ്. ആധാർ തന്നെ കയ്യിൽ കരുതാൻ ശ്രമിക്കണം. കാരണം ബയോമെട്രിക് എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ഇത് മാച്ചിങ് ആയാൽ വളരെയധികം എളുപ്പം നമുക്ക് കാര്യങ്ങൾ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആധാർ കയ്യിൽ കരുതുക. ഒപ്പം മറ്റൊരു ID പ്രൂഫ് കൂടി നിങ്ങൾ കയ്യിൽ കരുതുന്നത് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഒന്നെങ്കിൽ ഇലക്ട്രൽ വോട്ടർ ID കരുതുക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കരുതുക, അല്ലെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് കരുതുക. ഇനിയും മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആധാറിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ആധാർ കാർഡ് കുറച്ചും കൂടി വാലിഡ് ആയിട്ട് മാറുന്നതാണ്. ഇനിയും റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. അത് 2 or 3 കയ്യിൽ കരുതുന്നത് നമ്മുടെ പേഴ്സിൽ എപ്പോഴും കരുതുന്നത് നല്ലതാണ്. ഏറ്റവും റീസെന്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇനിയും നിങ്ങൾക്ക് വെള്ളം നിർബന്ധമില്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം കൊണ്ടുപോവുക. എക്സാം ഹാളിലൊക്കെ റെയിൽവേ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പരീക്ഷ ഹാളിന് കയറുന്നതിന് മുമ്പ് അവിടെ വാട്ടർ പോയിന്റിൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് പോയാൽ എക്സാം കഴിയുന്നവരെയൊന്നും ദാഹിക്കില്ല. ഇനി വെള്ളം വേണമെന്ന് നിർബന്ധമുള്ളവർ കരുതുന്ന വാട്ടർ ബോട്ടിൽ ഒരു ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിലാണ് എന്ന് കരുതുക. ഒരു മിനറൽ വാട്ടർ മേടിച്ച് കയ്യിൽ കരുതി അതിന്റെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞാലും മതിയാവും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, ബയോമെട്രിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആ സമയത്ത് റീസെന്റ് ടൈംസിൽ മുറിവുകൾ വൂണ്ടുകൾ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ബയോമെട്രിക്സ് ഫെയിൽഡ് ആവും എന്നൊരു ഇഷ്യൂ ഉണ്ട്. അത്ര വലിയ ഇഷ്യൂസ് ഒന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം നമുക്ക് 10 വിരലുണ്ട്. അതിൽ ഏതെങ്കിലും 1 or 2 വിരലിന് ഇഷ്യൂ ആയാലും അത് റീഡ് ചെയ്ത് പോകും. നിങ്ങളതൊന്ന് കീപ്പ് ചെയ്ത് പോവുക. പിന്നെ നമുക്ക് ഐറിസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രശ്നങ്ങൾ വരുത്താതിരിക്കുക എന്നാണ്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഈസിയായിട്ട് പാസ്സാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആധാർ കാർഡ് കൃത്യമായിട്ട് കയ്യിൽ കരുതുക. ആധാർ കാർഡ് കൃത്യമായിട്ട് കയ്യിൽ കരുതിയാൽ ഈ പറയുന്ന ടെൻഷനുകളെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയും എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എക്സാമിനേഷൻ ഒരു ബാലൻസ്ഡ് മാനറിൽ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാളിൽ കയറുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ചോദ്യങ്ങളും നമ്മളെ കുഴയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടുത്തെ ആദ്യമായിട്ട് ഓരോ ചോദ്യങ്ങളും നിങ്ങളെ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ അറിവല്ല, മറിച്ച് നിങ്ങളുടെ സമയമാണ്.
നമ്മളുടെ പരീക്ഷാ ഹാളിലെ ഏറ്റവും വലിയ വെല്ലുവിളി എങ്ങനെ സമയത്തെ അതിജീവിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യത്തെയും സമീപിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ സമയം കവരാനുള്ളതാണ്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ചോദ്യത്തിന്റെയും ലക്ഷ്യം നിങ്ങളെ തെറ്റിക്കുക എന്ന ലക്ഷ്യമാണ്. ഈ രണ്ട് ലക്ഷ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഓരോ സെഷനുകളിലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യത്തിൽ സമയം എത്രമാത്രം ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ. നിങ്ങൾക്ക് സമയം അധികം പോകും എന്ന് കരുതുന്ന എക്സാമിനേഷനുകളിൽ ചോദ്യങ്ങൾ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യുക. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് പോവുക. അതിനുശേഷം മാത്രം, അതായത് ഡിജിറ്റൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യനുകളും നമ്മൾ പിന്നീട് കൺസിഡർ ചെയ്യാൻ വേണ്ടി വെച്ച ക്വസ്റ്റ്യനുകളും കൃത്യമായി കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ക്വസ്റ്റ്യനുകളിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കണം. അത് ഒരിക്കലും നിങ്ങളുടെ ഫെയിലിയർ അല്ല, മറിച്ച് നിങ്ങളുടെ ഒരു ബെറ്റർ സ്ട്രാറ്റജിയാണ്. ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ, അതായത് പരീക്ഷ തുടങ്ങിയ ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള ചോദ്യങ്ങളിലേക്ക് എത്തി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ മുഴുവൻ ചെയ്ത് തീർത്തിരിക്കണം. അതിനുശേഷം സെക്കൻഡ് റീഡിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് ശേഷം അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ലാതെ കിട്ടുന്ന ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാവൂ. അവസാന സമയത്തിലേക്ക് വേണം ഏറ്റവും കൂടുതൽ സമയം വേണ്ടതും ഏറ്റവും ചലഞ്ചിങ് ആയ ക്വസ്റ്റ്യനുകളെ അപ്രോച്ച് ചെയ്യാൻ. കാരണം ഇതൊരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയിൽ നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്തോ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം ചെയ്തോ എന്നതല്ല നോക്കുന്നത്, മറിച്ച് ഏറ്റവും കുറവ് നെഗറ്റീവ് മാർക്കും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിൽ കൂടുതൽ മാർക്ക് കിട്ടിയതുമായിരിക്കും മാനദണ്ഡമായി മാറുന്നത്. ആ ഒരു സ്കില്ല് നിങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ സക്സസ് റേറ്റ് ഉയർത്തുന്നതായിരിക്കും. ഇവിടേക്ക് നോക്കുമ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ 30 ചോദ്യങ്ങൾ വരുന്നതായി കാണാം. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 മാർക്കിന് വരുന്നതായി കാണാൻ പറ്റും. ജനറൽ അവയർനെസ് 15 മാർക്കിന് കാണാൻ കഴിയുന്ന കാണും. ജനറൽ സയൻസിന് 30 മാർക്കും, അങ്ങനെ ടോട്ടൽ 100 മാർക്കുമാണ്. ഇവിടെ 100 ചോദ്യങ്ങൾ ചെയ്യുവാൻ 90 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെ ഈ 90 മിനിറ്റിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ചോദ്യങ്ങളിലും കൃത്യമായി പോവുകയും എന്നാൽ ഒരിടത്തും നിങ്ങൾ സ്റ്റക്ക് ആവാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലാണ്. ആ ഒരു സ്കില്ലിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അതായത് ഒരു പരീക്ഷാ ക്വസ്റ്റ്യനിലും നിങ്ങളെ ഈഗോ ഹർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരു ചോദ്യം നോക്കുമ്പോൾ എനിക്കറിയാം, ഇതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാലും അതിന് എത്ര സമയം എടുക്കുമെന്ന് നോക്കുക. 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അതിനുശേഷം 100 ചോദ്യവും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ശേഷം ബാക്കിയുള്ള സമയം മാത്രമാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി സമയം കളയേണ്ടത്. അവിടെ എല്ലാം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യനുകൾ തെറ്റില്ലാതെ ശരിയാക്കുന്നതാണ് നിങ്ങളെ സക്സസ് റേറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഈ ഒരു സ്ട്രാറ്റജി ഹാളിൽ കൃത്യമായി പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ മറക്കണ്ട, എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകാവുന്നതാണ്. നമ്മൾ അറിയാവുന്ന, അതായത് നമുക്ക് എളുപ്പമുള്ള ചോദ്യം ആയിരിക്കണമെന്നില്ല മറ്റൊരാൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള മേഖല ആദ്യം അറ്റൻഡ് ചെയ്യുക, ഏറ്റവും വീക്ക് ആയിട്ടുള്ള മേഖല അവസാനം അറ്റൻഡ് ചെയ്യുക. ഈ ഒരു തമ്പ് റൂൾ നിങ്ങൾ പാലിച്ചു പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഭാഗം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ സൗണ്ട് ആയിട്ട് തോന്നുന്ന ഭാഗം നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പാടായെന്നോ നിങ്ങളുടെ പഠനം മോശമായെന്നോ അല്ല. ചിലപ്പോൾ ആ ഒരു മേഖലയിൽ അതിഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമായിരിക്കും ക്വസ്റ്റ്യകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഭാഗത്ത് ചെയ്യാവുന്ന ചെയ്തിട്ട് അടുത്ത മേഖലയിലേക്ക് പോവുക. ഇതൊരു മത്സര പരീക്ഷയാണ്. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ് എക്സാം നടത്തുന്നത്, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് എക്സാം നടത്തുന്നത്. അങ്ങനെ പുറത്തു പോകാതെ അകത്ത് വരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എല്ലാവരും നന്നായി പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലി, റെയിൽവേയിൽ തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.